How can we use other than in a sentence? സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത് അതർ ദാൻ എങ്ങനെയാണ് ഒരു സെൻറ്റൻസിൽ കൃത്യമായി ഉപയോഗിക്കുവാൻ കഴിയുക എന്നതിനെക്കുറിച്ചാണ്. അതർ ദാൻ നമ്മൾ ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നത് എക്സെപ്റ്റ് ഒഴികെ, അതല്ലെങ്കിൽ ബിസൈഡ്സ് കൂടാതെ, അല്ലാതെ എന്നൊക്കെ ഒരു അർത്ഥം കിട്ടത്തക്ക വിധത്തിലാണ്. ഇനി ഇത്തരം സെൻറ്റൻസുകൾ നമുക്ക് ഉണ്ടാക്കുമ്പോൾ അതിനുപയോഗിക്കുന്ന ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് സെൻറ്റൻസ് അക്കോർഡിംഗ് ടു ടെൻസ്, ടെൻസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സെൻറ്റൻസും പ്ലസ് അതർ ദാൻ പ്ലസ് ഓബ്ജക്റ്റ്. ഇനി നമുക്ക് സെൻറ്റൻസിൻ്റെ ആദ്യ ഭാഗത്ത് അതർ ദാൻ വരത്തക്ക വിധത്തിലും ഉപയോഗിക്കാം. അതായത് അതർ ദാൻ പ്ലസ് ഓബ്ജക്റ്റ്. അപ്പോൾ നമുക്ക് ഓബ്ജക്റ്റിന് ശേഷം ഒരു കോമ ഉണ്ടായിരിക്കണമെന്നുള്ളത് നിർബന്ധമാണ്. പിന്നീട് സെൻറ്റൻസ് അക്കോർഡിംഗ് ടു ടെൻസ്, ടെൻസിൻ്റെ അടിസ്ഥാനത്തിലുള്ള സെൻറ്റൻസും വരിക. അതുപോലെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നെഗറ്റീവ് ഫീലിംഗ് ഉള്ള സെൻറ്റൻസുകളിലാണ് നമ്മൾ അതർ ദാൻ ഉപയോഗിക്കുന്നത് എന്നതാണ്. എക്സാമ്പിളുകളിലൂടെ നമുക്കത് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കിയെടുക്കാം. പ്ലീസ് ലിസൺ. നിങ്ങളല്ലാതെ മറ്റാർക്കും ഈ ജോലി ചെയ്യുവാൻ കഴിയില്ല. നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും ഈ ജോലി ചെയ്യുവാനുള്ള പ്രാപ്തിയില്ല, അല്ലെങ്കിൽ അതിനുള്ള കഴിവും അല്ലെങ്കിൽ ശേഷിയുമുള്ളത് നിങ്ങൾക്ക് മാത്രമാണ് എന്ന രീതിയിലാണ് ആ സെൻറ്റൻസ് പറയുന്നത്. അപ്പോൾ അതർ ദാൻ ഉപയോഗിച്ചുകൊണ്ട് ഈ സെൻറ്റൻസ് നമുക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? അതായത് നോബഡി ക്യാൻ ഡു ദിസ് വർക്ക് അതർ ദാൻ യു. നോബഡി ക്യാൻ ഡു ദിസ് വർക്ക് അതർ ദാൻ യു. നിങ്ങളല്ലാതെ മറ്റാർക്കും ഈ ജോലി ചെയ്യുവാൻ കഴിയുകയില്ല. അതായത് നോബഡി ക്യാൻ ഡു ദിസ് വർക്ക് എന്നത് പ്രസൻറ്റ് ടെൻസിലാണ്. സെൻറ്റൻസ് അക്കോർഡിംഗ് ടു ടെൻസ് പ്ലസ് അതർ ദാൻ പിന്നെ യു എന്ന ഓബ്ജക്റ്റുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതേ സെൻറ്റൻസ് അതർ ദാൻ സെൻറ്റൻസിൻ്റെ ആദ്യ ഭാഗത്ത് വരത്തക്ക വിധത്തിൽ ഉപയോഗിക്കാം. അതായത് അതർ ദാൻ യു നോബഡി ക്യാൻ ഡു ദിസ് വർക്ക്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അതർ ദാൻ യു എന്നതിന് ശേഷം ഒരു കോമ ഉപയോഗിക്കണം എന്നതു മാത്രമാണ്. ഒരു സെൻറ്റൻസ് നടന്നല്ലാതെ നിങ്ങൾക്ക് അവിടെ എത്തുവാൻ കഴിയില്ല. നടക്കുക എന്ന ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, അങ്ങോട്ട് വാഹനങ്ങളൊന്നുമില്ല. അതല്ലാതെ മറ്റൊരു മാർഗവും അവിടെ എത്തിച്ചേരുവാൻ ഇല്ല എന്നതാണ് ഈ സെൻറ്റൻസിൽ പറയുന്നത്. അതായത് യു കാൺട്ട് ഗെറ്റ് ദെയർ അതർ ദാൻ ബൈ വാക്കിംഗ്. നടക്കുകയല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല. യു കാൺട്ട് ഗെറ്റ് ദെയർ അതർ ദാൻ ബൈ വാക്കിംഗ്. ഇനി മിക്കപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു സെൻറ്റൻസാണ് ഇരുട്ട് നിറഞ്ഞ വഴിയിൽ രാജു അല്ലാതെ ഒരു ജീവിയും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഞാനല്ലാതെ മറ്റാരും അവിടെ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളല്ലാതെ മറ്റാരും അവിടെ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോൾ നമ്മൾ പറയും ദർ വാസ് നോ ലിവിങ് തിങ് ഓൺ ദ ഡാർക്കൻ റോഡ് അതർ ദാൻ രാജു. രാജു അല്ലാതെ, അതർ ദാൻ മീ ഞാനല്ലാതെ, അതർ ദാൻ യു നിങ്ങളല്ലാതെ മറ്റാരും അവിടെ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഞാനല്ലാതെ മറ്റാരും അവിടെ ഉണ്ടായിരുന്നില്ല, അതും ഇത്തരത്തിലൊക്കെ പറയാൻ കഴിയും. ദർ ഈസ് നോബഡി ഹിയർ അതർ ദാൻ മീ. ദർ ഈസ് നോബഡി ഹിയർ അതർ ദാൻ മീ. ഈ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറുകൾ പരിശോധിക്കുമ്പോൾ, അതായത് അതർ ദാൻ എന്നതിന് മുൻപുള്ള സെൻറ്റൻസുകളെല്ലാം തന്നെ നെഗറ്റീവ് സെൻറ്റൻസുകളാണ് എന്ന കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. ഇനി നമുക്ക് അതർ ദാൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യനുകൾ ഉണ്ടാക്കുക എന്ന് പരിശോധിക്കാം. ഇപ്പോൾ വിദേശ രാജ്യത്തുള്ള ഒരാൾ ആകപ്പാടെ വഴിയൊന്നും അറിയാതെ നമ്മുടെ അടുത്ത് പെട്ടു നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കും, ഞാനല്ലാതെ മറ്റേതെങ്കിലും ഇന്ത്യക്കാരെ നിങ്ങൾക്ക് അറിയാമോ? അപ്പോൾ നമ്മൾ ചോദിക്കും ഡു യു നോ എനി ഇന്ത്യൻ പീപ്പിൾ അതർ ദാൻ മീ? അപ്പോൾ അദ്ദേഹം അറിയില്ല എങ്കിൽ അദ്ദേഹം പറയും ഐ ഡോണ്ട് നോ എനി ഇന്ത്യൻ പീപ്പിൾ അതർ ദാൻ യു. നിങ്ങളല്ലാതെ മറ്റാരെയും, മറ്റൊരു ഇന്ത്യക്കാരനെയും എനിക്ക് അറിയില്ല. ഇനിയിപ്പോൾ ഈ ഒരു കാര്യമല്ലാതെ മറ്റൊരു കാര്യവും നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ നമ്മളോട് നമ്മുടെ സുഹൃത്ത് ചോദിക്കും, അതല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? വാട്ട് ക്യാൻ യു ഡു അതർ ദാൻ ദാറ്റ്? വാട്ട് ക്യാൻ യു ഡു അതർ ദാൻ ദാറ്റ്? അതല്ലാതെ മറ്റെന്ത് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും? ഇനിയിപ്പോൾ ഡെയിലി ലൈഫിൽ മിക്കപ്പോഴും നമ്മൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, നിങ്ങളല്ലാതെ മറ്റാർക്കെങ്കിലും ഇത് അറിയാമോ? എങ്ങനെയാണ് നമുക്കത് ചോദിക്കാൻ കഴിയുക? ഡസ് എനിബഡി അതർ ദാൻ യുവർ സെൽഫ് നോ ദിസ്? ഡസ് എനിബഡി അതർ ദാൻ യുവർ സെൽഫ്, നിങ്ങളല്ലാതെ മറ്റാർക്കെങ്കിലും, നോ ദിസ് ഇത് അറിയാമോ? ഇനിയിപ്പോൾ അല്പം കാവ്യാത്മകമായിട്ടൊക്കെ നമ്മൾ ചോദിക്കും. അതായത് നമ്മുടെ കാമുകിയോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ഇത്തരത്തിൽ ചോദിക്കും, നീയല്ലാതെ അല്ലെങ്കിൽ നിങ്ങളല്ലാതെ മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് കഴിയുമായിരുന്നോ എന്നൊക്കെ റൊമാൻറ്റിക്കായിട്ട് നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമുക്ക് ചോദിക്കാൻ കഴിയുക? കുഡ് ഐ തിങ്ക് ഓഫ് സമൺ അതർ ദാൻ യു? നീയല്ലാതെ മറ്റാരും എൻ്റെ മനസ്സിലില്ല, എന്നെക്കുറിച്ചല്ലാതെ എനിക്ക് മറ്റൊന്നും ചിന്തിക്കുവാൻ കഴിയുകയില്ല എന്ന രീതിയിലാണ് ആ ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കുന്നത്.
അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് അതർ ദാൻ ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കാൻ കഴിയുക. അപ്പോൾ പുതിയ സെൻറ്റൻസുകൾ കണ്ടെത്തുക, അത് പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി ലൈഫിലെ സംഭാഷണങ്ങളിൽ ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കുക. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.